ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതുപോലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര തന്നെ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. 400 ഗ്രാം നെല്ലിക്കയാണ് ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക നല്ലതുപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു സ്റ്റീമറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതടച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നെല്ലിക്ക നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. നെല്ലിക്ക വേവുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകാനായിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്കയും ഇവിടെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ചൂടൊക്കെ നല്ലതുപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇതിൻ്റെ കുരു അങ്ങ് കളഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുരു കളയാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞാൽ മതി. കത്തിയുടെ ഒന്നും ആവശ്യം വരില്ല. കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ കുരു കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ കുരു കളഞ്ഞെടുക്കണം. ഈസി ആയിട്ട് തന്നെ കുരു കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. എത്രത്തോളം നന്നായിട്ട് അരക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ഈ അരച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രമായാൽ വളരെ നല്ലത്, പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് അരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊന്നും സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ബബിൾസൊക്കെ വന്നു തുടങ്ങും. ആ സമയത്ത് ഇതിങ്ങനെ ദേഹത്തോട്ടൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നല്ലതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് തെറിക്കുന്ന സമയത്ത് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഈ സമയത്തൊന്നും കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ബബിൾസ് വന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ ദേഹത്തോട്ടൊക്കെ തെറിക്കാൻ തുടങ്ങും, കയ്യിലോട്ടൊക്കെ തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സമയമാകുമ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നല്ലതുപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇങ്ങനെ തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദേഹത്തോട്ടൊക്കെ നന്നായിട്ട് തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഇടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മറക്കരുത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വറ്റി തുടങ്ങിയതുകൊണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തോളൂ. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലോട്ടും മീഡിയം ഫ്ലെയിമിലോട്ടും മാറ്റി കൊടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് നെയ്യ് ചേർക്കുന്നത് ഏറ്റവും അവസാനം മാത്രമാണ്. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തൊക്കെ 1 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ അവസാനം മാത്രമേ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, എന്നാലും ചേർക്കുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്.
ഇനി ഏറ്റവും അവസാനമാകുമ്പോൾ ഇതിൻ്റെ കളർ നല്ല ഡാർക്കായിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ ഡാർക്കായി തുടങ്ങുന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ ഇങ്ങനെ വശങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചതൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് അടങ്ങും. അപ്പം ഇതിങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓപ്പണായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം നെല്ലിക്ക ലേഹ്യം പോലെ തന്നെയാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് ജീരകം ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നെല്ലിക്കയും ശർക്കരയും മാത്രം ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഗ്ലോസി ആയി കിട്ടും, നല്ല രുചിയായിരിക്കും. അങ്ങനെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറിയിട്ട് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവണം. കണ്ടല്ലോ, ഇതുപോലെ ആയി കിട്ടണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ മറക്കരുത്. അടുപ്പിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞ മണം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചൂടൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ, ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ജാറിലൊന്നും ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക കൊണ്ട് നമ്മൾ എങ്ങനെ എന്ത് തയ്യാറാക്കിയാലും അതിൻ്റെ ഔഷധ ഗുണം ഒട്ടും തന്നെ പോവില്ല. നെല്ലിക്ക ഉപ്പിലിട്ടിട്ടും അച്ചാറാക്കിയിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. എന്നാൽ കുട്ടികൾ ചിലപ്പോൾ അതൊക്കെ കഴിക്കാൻ ചാൻസ് കുറവാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര തന്നെ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങിച്ചിട്ട് കഴിക്കും. അത് ഉറപ്പാണ്. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് ഇതിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇടാനായിട്ട് എടുക്കുന്ന സ്പൂണും അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് എടുക്കുന്ന സ്പൂണൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഈ ജാറിലും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിങ്ങനെ ഡെയിലി ഒരു സ്പൂൺ കഴിക്കുന്നത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1/2 സ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ മതി. ഡെയിലി കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.